ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറിയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് എൻ്റെ ഒരു കൈ അളവിൽ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്നും പൊടിച്ച ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ച് വയ്ക്കുക. ഇനി ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 വലിയ സബോള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് സബോള ഒന്ന് വഴണ്ടി വന്നതും അതിലേക്ക് ഒരു തക്കാളി വലുത്, ചെറുതാണെങ്കിൽ 2 ഉപയോഗിക്കുക. ഞാൻ ഒരു വലിയ തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ അളവ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂണ്, നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുളക് പൊടി. അതിനുശേഷം ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല പൊടി 2 ടീസ്പൂൺ അളവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3/4 കിലോ അളവിൽ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിലെ എല്ലാ ഭാഗത്തും മസാല വരുന്ന രൂപത്തിൽ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മൂടി വെച്ച് ഒരു 4-5 മിനിറ്റ് അളവിൽ നിങ്ങൾ വേവിച്ചെടുക്കണം. വെള്ളം ചേർക്കാണ്ട് തന്നെ വേവിച്ചെടുക്കണം. അതിൽ ചിക്കനിലുള്ള വെള്ളമെല്ലാം വെളിയിൽ വരുന്നത് വരെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നല്ലോണം ആ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നിങ്ങൾ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക, കറക്റ്റായിരിക്കും. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും വറ്റൽമുളകും കൂടി അടിച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് കഴുകി ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് അളവ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് ഇതിൻ്റെ വെള്ളം നല്ലോണം വറ്റി കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കുക. പിന്നെ അത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.